ഹായ് ഫ്രണ്ട്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ഉപയോഗിച്ചിട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. യു ആർ ഗിവൺ ദ ഫോളോയിങ് ഫാക്ട്സ് അബൌട്ട് എ ഫേം. റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് തന്നിട്ടുണ്ട് 11%, ബീറ്റ കോഎഫിഷ്യൻറ്റ് 1.25. Compute the cost of equity capital using capital asset pricing model CAPM. Assuming a market return of 15% next year. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ അസംഷൻസ് പറഞ്ഞു, റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസും അതുപോലെ തന്നെ ക്വസ്റ്റനും ഒക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഇക്വേഷന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എങ്ങനെയാണെന്ന് നോക്കാം, ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനായിട്ടുള്ള ഇക്വേഷൻ വരുന്നത്, കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് കാണുക. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റിട്ടേൺ പ്ലസ് ബീറ്റ കോഎഫിഷ്യൻറ്റ് ഇൻറ്റു മാർക്കറ്റ് റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റിട്ടേൺ. അതാണ് കെയുടെ ഇക്വേഷൻ വരുന്നത്. നമുക്കിവിടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. കെ ഇ കാണാനായിട്ട് ആദ്യം വേണ്ടത് റിസ്ക് ഫ്രീ റിട്ടേൺ ആണ്. ക്വസ്റ്റ്യനിൽ നോക്കാം. ക്വസ്റ്റ്യനിൽ റിസ്ക് ഫ്രീ റിട്ടേൺ 11% തന്നിട്ടുണ്ട്, ബീറ്റ കോഎഫിഷ്യൻറ്റ് 1.25 ആൻഡ് മാർക്കറ്റ് റിട്ടേൺ 15%. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി CAPM പ്രകാരം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റിട്ടേൺ പ്ലസ് പ്രീമിയം ഫോർ റിസ്ക് ആണ്. പ്രീമിയം ഫോർ റിസ്ക് കാണാനുള്ള ഇക്വേഷനാണ് ബീറ്റ കോഎഫിഷ്യൻറ്റ് ഇൻറ്റു RM മൈനസ് RF, മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റിട്ടേൺ. ഇനി ഇത് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു പ്രോബ്ലം അല്ല, നമ്മൾ ഈ ഇക്വേഷൻ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി തന്നിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി. കെ ഇ തന്നിട്ടുള്ള 11%, ബീറ്റ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ 1.25 ആണ്, 15% ആണ് മാർക്കറ്റ് റിട്ടേൺ, 11% റിസ്ക് ഫ്രീ റിട്ടേൺ. അത് ഓൾറെഡി നമുക്കിവിടെ തന്നിട്ടുണ്ട് റിസ്ക് ഫ്രീ റിട്ടേൺ. ഇനി 11% പ്ലസ് 1.25 ഇൻറ്റു 15% മൈനസ് 11% എത്ര കിട്ടുക, 4%. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ 1.25 ഇൻറ്റു 4%, അങ്ങനത്തെ ചെയ്യരുത്, 1.25 ഇൻറ്റു 4 ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ 5 കിട്ടും. എന്നിട്ട് പെർസെൻറ്റേജ് സിമ്പൽ ആഡ് ചെയ്യാം. 11% പ്ലസ് 5% 16% ആണ് നമുക്ക് വരുന്ന ആൻസർ.